ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ഗോതമ്പ് പൊടിയിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് കലക്കിയെടുക്കാം കേട്ടോ. കട്ടയില്ലാതെ കലക്കിയെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കുകയാണെങ്കിൽ കട്ടയില്ലാതെ തന്നെ നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ അത് നമ്മൾ ഗോതമ്പ് മാവ് കലക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കട്ടയൊന്നും ഇല്ലാതെ ചെറിയ കട്ടൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്നും കൂടെ നമുക്കൊന്ന് അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. കൂട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ പറയൂ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ, കാര്യങ്ങളൊക്കെ പറയൂ. ഇവിടെ മഴയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നല്ല ചൂടൊക്കെയാണ്. ഒരു മഴ പെയ്തിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നമ്മളെ കിണറ്റിലൊക്കെ വെള്ളം കുറവാണ് കേട്ടോ. അപ്പോൾ മഴയൊക്കെ ഒന്ന് പെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളമൊക്കെ ഒന്ന് കൂടി കിട്ടുമായിരുന്നു. ഇനി ഇതേ നമുക്ക് ഈ പൊടിയരിയൊക്കെ ഒന്ന് ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. പൊടിയരി ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചായയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളതിൽ കുറച്ച് ചായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കാപ്പിപ്പൊടിയാണ്. വളരെ കുറച്ച് മാത്രമേ പൊടി ചേർത്ത് കൊടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ചായ ഞാനിതായപ്പോൾ നമുക്കിതുകൊണ്ട് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടി റെഡി ആയത് വെച്ച് കൊടുക്കാം. ഒന്ന് ചൂടാവട്ടെ കേട്ടോ. അതൊന്ന് ചൂടാവുമ്പോഴേക്കും നമുക്ക് കഞ്ഞിക്കുള്ള അരി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. ദോശ അങ്ങോട്ട് ആയി കഴിയുമ്പോൾ നമുക്ക് വേഗം കഞ്ഞി റെഡിയാക്കാനോ. ഇത് കഞ്ഞിക്കുള്ള അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കട്ടെ കേട്ടോ. അപ്പോഴേക്ക് ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേഗം ദോശയ്ക്കുള്ളത് ഇട്ട് കൊടുക്കാം. ഞാൻ അരി കഴുകിയിട്ടില്ല കേട്ടോ. അപ്പോഴേക്ക് ചട്ടി ചൂടായിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യം നമുക്ക് ഈ ദോശയ്ക്കുള്ളത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അരി കഴുകി വയ്ക്കാം. ഈ ഓരോ ദോശ ചുട്ടെടുക്കുന്ന സമയത്ത് നമുക്ക് ഓരോ അല്ലറ ചില്ലറ പണികളൊക്കെ ഇങ്ങനെ തീർത്ത് വയ്ക്കാട്ടോ. ഇപ്പം ഞാൻ പൊടിയരി കുപ്പിയിലാക്കലും പഞ്ചസാര കുപ്പിയിലാക്കലും ഒക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് നമ്മളെ ദോശയൊക്കെ ഇവിടെ റെഡി ആവുന്നുണ്ട്. കണ്ടില്ലേ? പഞ്ചസാരയൊക്കെ ഒന്ന് ഒഴിച്ചിന് ചായയിലിട്ട് വെക്കാം. അപ്പോഴേക്ക് നമ്മൾ ദോശയൊക്കെ ആവുന്നുണ്ട്. ഇനി ആ ഒരു സമയം കൊണ്ട് നമുക്കിത് ഉള്ളി ഉണ്ടല്ലോ, ദോശയ്ക്ക് ആവശ്യമായിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കാനുള്ള ഉള്ളി അതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാം കേട്ടോ. ഈ ചമ്മന്തിക്ക് ആവശ്യമുള്ള ഉള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. 2 പീസ് വെളുത്തുള്ളി എടുക്കണം. ഇനി ദോശ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്കിത് നന്നാക്കി എടുക്കുകയാണ് നമ്മളെ പണി കേട്ടോ. ദോശ ഇതേ കണ്ടില്ലേ, ദോശ ഇവിടെ അങ്ങനെ ആവും. സമയം കൊണ്ട് നമുക്ക് ഉള്ളിയും കൂടി ഒന്ന് നന്നാക്കി എടുക്കാനുണ്ട് കേട്ടോ.
കണ്ടത്. നമുക്ക് ഉള്ളിയും കൂടെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇതാ വരുന്നു കേട്ടോ, ഇതാ വരുന്നു അമ്മേ. എല്ലാതും കാണുന്നുണ്ട്. അവിടെ പോയിട്ട് ഇതാ വരണ പൂ, ഇതാ വരണു കേട്ടോ. അപ്പോഴേക്ക് നമ്മൾ അപ്പൂസുക്കുട്ടൻ ഉണർന്ന് വന്നിട്ടുണ്ട്. ഞാൻ തേങ്ങ ഇടാൻ വേണ്ടിയിട്ട് പോയിണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഇതിൻ്റെ ഇടയിൽ കൂടെ തേങ്ങ ഇടാൻ വേണ്ടിയിട്ട്, അപ്പോൾ ആ ഒരു സമയം കൊണ്ട് അപ്പൂസ് എണീറ്റു. പിന്നെ ഞാൻ മനുവിനോട് തേങ്ങ ഇടാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ വീണ്ടും ഓരോന്ന് ചെയ്യാണ്. അരിയൊക്കെ നമുക്ക് പാത്രത്തിലാക്കി വെക്കാം കേട്ടോ. ഓക്കെ, അങ്ങനത്തെ നമ്മൾ ലാസ്റ്റത്തെ ദോശയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കഞ്ഞിക്ക് വെച്ചിട്ടുള്ളത് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. അത് ചമ്മന്തി അരച്ചിട്ടെടുക്കാം കേട്ടോ. ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ വെളിച്ചെണ്ണ ഞാൻ കുറച്ചൊഴിച്ച് കൊടുത്തിട്ട് അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. ഗോതമ്പ് ദോശയും ഉള്ളി ചമ്മന്തി നല്ല ഇഷ്ടമാണ് കേട്ടോ ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കി എടുക്കുന്നത്. അങ്ങനെ ഞങ്ങളൊക്കെ ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പൂസ് ഇതേ ചമ്മന്തിയൊക്കെ വിളമ്പി തരുന്നുണ്ട്. ഓക്കെ അമ്മയ്ക്ക്, ഇനി അപ്പൂന് ഇത് അപ്പൂന്. അങ്ങനെ അപ്പൂസ് ചമ്മന്തിയൊക്കെ വിളമ്പി തരുന്നുണ്ട് കേട്ടോ. മനു പ്ലേറ്റ് കൊടുക്കൂ, അപ്പൂസ് ചമ്മന്തി വിളമ്പി തരും.
അച്ഛൻ, അമ്മ, ജ്യേഷ്ഠൻ, അനുജത്തി, വാതിൽ, കതക്, ജനൽ, അലമാര, റേഡിയോ, ഭിത്തി, കസേര, പിഞ്ഞാണം, കരണ്ടി, ഗ്ലാസ്. അധ്യാപിക, ബുക്ക്, പുസ്തകം, പേന, പെൻസിൽ, മഷിക്കുപ്പി, ചോക്ക്, മേശ, കസേര, ബെഞ്ച്, ഡെസ്ക്, ബോർഡ്, വിദ്യാർത്ഥി, വിദ്യാർത്ഥി. ക്ലോക്ക്, ക്ലോക്ക്. അങ്ങനെ അതേ നമ്മൾ അടിച്ചുവാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മമ്പയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ ചിലപ്പോൾ കല്ലുണ്ടാവാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഇതൊന്ന് എടുക്കാൻ കേട്ടോ. ചിലർ വെള്ളത്തിലിടുന്നതിന് മുന്നേ തന്നെ കല്ലൊക്കെ ഉണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്. ഞാൻ വെള്ളത്തിലിട്ടതിന് ശേഷം കഴുകിയൊക്കെ എടുക്കുമ്പോഴാണ് കല്ലുണ്ടോ നോക്കണത് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കല്ലൊക്കെ ഇങ്ങനെ അടിഭാഗത്തേക്ക് വന്നിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ കല്ലൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ അതേ നമ്മൾ മമ്പയറൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലായിരിക്കുമല്ലോ ഇതൊക്കെ വെക്കണതല്ലേ. ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് മുളക് പൊടി ഇട്ടോ. അപ്പൂസിന് അധികം എരിവ് പറ്റില്ലല്ലോ, അപ്പോൾ അത് കാരണം കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ വറുത്തിടുകയാണെന്നുണ്ടെങ്കിൽ അതിലും കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കും, അല്ല മുളക് ചേർത്ത് കൊടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ദേ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ദേ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് വേവാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് നമ്മളെ കുക്കർ ഇടയ്ക്കൊക്കെ നമുക്ക് പണി തരും കേട്ടോ. പക്ഷെ എന്നാലും ഈ കുക്കർ ഉണ്ടാക്കാൻ സുഖമൊക്കെയാണ് കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ ഇത് അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഒന്നങ്ങോട്ട് റെഡി ആവട്ടെ. ആ ഒരു സമയം കൊണ്ട് കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട് കേട്ടോ, അതൊന്ന് കഴുകിയെടുക്കാം. നമ്മൾ ചോറിനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതേ അരിയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ അരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളെ മമ്പയറൊക്കെ വിസിലൊക്കെ വന്ന് ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റവിലേക്ക് തന്നെ ഇതെടുത്ത് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ, റെഡിയാക്കി വെച്ചതായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ പിന്നെ അതാ മീനൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഐസായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നാളെ നമുക്ക് ഇഡ്ഡലിയാണ് ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ അതിന് ഉഴുന്നും ഉലുവയും കഴുകി കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പച്ചരി പിന്നെ നമ്മൾ വൈകുന്നേരം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടേ എടുക്കുള്ളൂ കേട്ടോ. നമ്മളെ മമ്പയർ ചൂടാറട്ടെ കേട്ടോ. നമ്മുടെ ചോറ് തിളച്ചിട്ടുണ്ട് കേട്ടോ. അത് കണ്ടില്ലേ, ചോറ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്കറിലേക്ക് ഇറക്കി വെക്കാം. ഓക്കെ,
അങ്ങനെ അതൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പേരിക്കുള്ളത് വറുത്തിടാൻ വേണ്ടിയിട്ട് റെഡിയാക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കടുകിട്ട് റെഡിയാക്കാനുണ്ട്. കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും കേട്ടോ. കറിവേപ്പില ഇവിടെ ഇരിപ്പില്ല, അതുകൊണ്ട് നമുക്ക് കടുകൊന്ന് പൊട്ടിക്കാം. കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 2 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഇളക്കിയതിന് ശേഷം മമ്പയർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഈ വെള്ളം ഒന്ന് വറ്റട്ടെ. ഇനി ഇതേ കുട്ടികൾക്കുള്ള കഞ്ഞി കുറച്ച് ഒഴിച്ച് വയ്ക്കാം കേട്ടോ. പറയൂ. കഞ്ഞിയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൂസ് ഇത് ഇവിടെ കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നോട് വന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞതാണേ. മിക്സിയൊക്കെ വെച്ചിട്ടാണ് കളിക്കുന്നത് കേട്ടോ. ഇത്ര മതി അമ്മയ്ക്ക് അപ്പോഴേക്ക് കുത്തി വയ്ക്കാനുണ്ട്. നമ്മളെ ഉപ്പേരിയൊക്കെ ഇവിടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഓക്കെ, ഇനി ഇത് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി മീനും കൂടെ വറക്കാനുണ്ട് കേട്ടോ. ചോറ് ഇതേ ഊറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി മീനൊക്കെ ഒന്ന് വറുത്തെടുക്കാം. മീൻ തണുപ്പൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വറുത്ത് എടുക്കാം. ഓക്കെ, ഇനി വറുക്കട്ടെ കേട്ടോ. ഇതൊന്ന് അടച്ച് വെക്കണം. ഇനി മീനാവട്ടെ. അപ്പോഴേക്ക് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ കഴുകട്ടെ കേട്ടോ.